യുക്രൈൻ യുദ്ധത്തിന് ശേഷം പാശ്ചാത്യ രാജ്യങ്ങളുമായി നിലനിന്നിരുന്ന സംഘർഷങ്ങൾ അവസാനിപ്പിച്ച് സൗഹൃദപരമായ സമീപനം സ്വീകരിക്കാൻ റഷ്യ തയ്യാറെടുക്കുന്നതായിട്ടാണ് സൂചനകൾ ഇപ്പോൾ ഉള്ളത്. ഈ മാറ്റം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവിന്റെ പ്രസംഗത്തിലൂടെയാണ് ലോകമറിഞ്ഞത്. മോസ്കോ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻസിൽ നടത്തിയ പ്രസംഗത്തിൽ പകപോക്കാനോ ദേഷ്യം കാണിക്കാനോ റഷ്യയ്ക്ക് ഉദ്ദേശമില്ല എന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. യുക്രൈൻ വിഷയത്തിൽ റഷ്യയുമായി ബന്ധം വിച്ഛേദിച്ചതും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതുമായ പാശ്ചാത്യ രാജ്യങ്ങളോടുള്ള റഷ്യയുടെ നയത്തിൽ വന്ന ഈ മാറ്റം വലിയ പ്രാധാന്യം അർഹിക്കുന്നുമുണ്ട്. ഈ മാറ്റത്തിന് പിന്നിലെ കാരണങ്ങൾ എന്തെല്ലാമായിരിക്കാം? പ്രധാനമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ചില ഘടകങ്ങളാണ് റഷ്യയുടെ നിലപാടിന് പിന്നിൽ. യുക്രൈൻ യുദ്ധത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ റഷ്യൻ സമ്പദ് വ്യവസ്ഥയെ കാര്യമായി തന്നെ ബാധിച്ചു. അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ട അവസ്ഥയും വിദേശ നിക്ഷേപങ്ങളുടെ കുറവും റഷ്യയുടെ വികസനത്തിന് തടസ്സമുണ്ടാക്കി. ഈ സാഹചര്യത്തിൽ സാമ്പത്തിക തിരിച്ചടികൾ മറികടക്കാൻ റഷ്യയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി ബന്ധം മെച്ചപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ്. നമ്മളൊരു ചെറിയ ഗ്രഹത്തിലാണ് ജീവിക്കുന്നത്. ബെർലിൻ മതിലുകൾ പണിയുന്നത് പാശ്ചാത്യ ശൈലിയായിരുന്നു. നമുക്കൊരു മതിലും പണിയാൻ താല്പര്യമില്ല എന്നും ലവ്റോവ് പറഞ്ഞത് റഷ്യയ്ക്ക് കൂടുതൽ സൗഹൃദപരമായ അന്തരീക്ഷം ആവശ്യമാണെന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. റഷ്യയുടെ നിലപാടിന് പ്രധാന കാരണം സാമ്പത്തിക മേഖലയിലെ മാറ്റങ്ങളാണ്. ഉപരോധങ്ങൾ മൂലം റഷ്യൻ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയ പാശ്ചാത്യ കമ്പനികളെ തിരികെ സ്വാഗതം ചെയ്യാനുള്ള ആഗ്രഹവും റഷ്യ പ്രകടിപ്പിച്ചു. റഷ്യയുടെ നീക്കം രാജ്യത്തിന്റെ സാമ്പത്തിക ഭാവിയെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടുള്ളതാണ്. കാരണം പല പാശ്ചാത്യ കമ്പനികളും റഷ്യൻ വിപണിയിൽ വലിയ സംഭാവനകൾ നൽകിയിരുന്നു. അവർ തിരികെ വരുന്നത് റഷ്യയുടെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനും സഹായിക്കും. എന്നാൽ ഈ കമ്പനികളുടെ ഭാവി പ്രവേശനം അവർ റഷ്യയുടെ സമ്പദ് വ്യവസ്ഥയ്ക്കും സുരക്ഷയ്ക്കും എന്തുതരം അപകട സാധ്യതകളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും.